ആകാശ് വിജയഭാവത്തിൽ ചിരിച്ചു. ഐസ് പോലെ തണുത്ത ജലത്തിൽ ഓർമ്മ മുങ്ങിപ്പൊങ്ങി വന്നു. വിഷമവും കോപവുമൊക്കെ ഒന്നിച്ചുണ്ടായി അവൾക്ക്. പൊക്കിളിൻ്റെ ഭാഗം വരെയേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എപ്പടി? അവൾ തണുത്തു വിറയ്ക്കുന്നത് കണ്ട് അവൻ തിരക്കി. രാവിലെ വല്ലാതെ ഷൈൻ ചെയ്തപ്പോഴേ ഞാൻ വിചാരിച്ചതായിരുന്നു തക്ക പ്രതിഫലം തരണമെന്ന്. സുഖിച്ചോ? യൂ വേണ്ട വേണ്ട, ചീത്ത പറയുവാൻ ഏറെ ബുദ്ധിമുട്ടണമെന്നില്ല. നീ പോടാ. ആകാശ് ചുറ്റും നോക്കി. കുമാരൻ തമ്പി ഇവിടെ എങ്ങുമില്ലല്ലോ. നീ ചെവിയുടെ മടലേൽ നുള്ളിക്കോ. തെങ്ങിൻ്റെ മടലേൽ കടിച്ചേക്കാം, പോരെ? എന്നെ പിടിച്ചു കയറ്റ്. അവൾ കൈ നീട്ടി. വേല മനസ്സിലിരിക്കട്ടെ. എന്നെ കൂടി വെള്ളത്തിലിടാമെന്ന പൂതിയുണ്ടെങ്കിൽ അത് നടക്കില്ല. കോപം വന്ന് അവൾ കൈക്കുമ്പിളി വെള്ളം കോരി അവൻ്റെ നേരെ ചപ്പി. അവൻ ഒഴിഞ്ഞു മാറി. അമ്പലത്തിൽ പോകുവാൻ ഒരു വൃദ്ധൻ അവർക്ക് പിന്നാലെ വന്നു. എന്തു പറ്റി മോളെ? വൃദ്ധൻ അവൾക്ക് നേരെ കൈനീട്ടി. കയറിപ്പോരെ. അയ്യടാ. അവൾ വൃദ്ധൻ്റെ നേരെ ചുണ്ടുകൾ വക്രിച്ചു കാണിച്ചു. പിന്നെ വെള്ളത്തിൽ നിന്നും ചാടിക്കയറി. വൃദ്ധൻ എന്തോ പിറുപിറുത്തുകൊണ്ട് നടന്നുപോയി. പോടാ. ആകാശിൻ്റെ നേരെ നോക്കിക്കൊണ്ട് അവൾ തിരിച്ചു നടന്നു. അവന് ചിരിപ്പൊട്ടി. അമ്പലത്തിൽ പോകുന്നവർ ഇതുപോലെ മുങ്ങിക്കുളിക്കണമെന്നും ഈറൻ വസ്ത്രങ്ങളോടെ വേണം ദൈവസന്നിധിയിൽ എത്തേണ്ടത് എന്നും മറ്റുമാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ഓർമ്മ എന്താണ് മറുപടി പറഞ്ഞതെന്ന് അവൻ കേട്ടില്ല. അല്ല, ക്ഷേത്രത്തിൽ കയറാതെ തിരിച്ചു പോകുകയാണോ? തീ പാറുന്ന ഒരു നോട്ടമായിരുന്നു അതിൻ്റെ മറുപടി. അവളുടെ പിന്നാലെ മൂളിപ്പാട്ടും പാടി അവൻ നടന്നു. ആകാശ് നിവാസിൻ്റെ ഗേറ്റിനടുത്തെത്തിയപ്പോൾ അവൾ വേഗത കുറച്ചു. മുന്നിൽ പോയിക്കാട്ടെ. എന്താ കാര്യം? ഒന്നുമില്ല. തള്ളിയിട്ട കാര്യമൊന്നും ഞാൻ ആരോടും പറയില്ല. പറഞ്ഞാൽ എനിക്ക് രണ്ടും മുണ്ടോളൊക്കെയാ. ഒന്ന് പോടി. നനഞ്ഞൊട്ടിയ വസ്ത്രവുമായി മരുമകൾ വന്ന് കയറിയപ്പോൾ പ്രതാപവർമ്മയും മേനകയും അമ്പരന്നു പോയി. എന്തു പറ്റി മോളെ? അവൾ അനങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ചോദ്യം ആകാശിൻ്റെ നേർക്കായി. അരുവിയിൽ മത്സ്യം കിടക്കുന്നത് നോക്കി നടന്നതാ. ഒരു കല്ലിളകിപ്പോയി, അവൻ പറഞ്ഞു. സാരമില്ല, മറ്റൊന്നും സംഭവിച്ചില്ലല്ലോ. മോൾ വേഗം പോയി ഡ്രസ്സ് മാറ്. അവൾ ബാത്റൂമിലേക്ക് പോയി. ആ തക്കത്തിന് ആകാശ് ഡൈനിങ് റൂമിലെത്തുകയും ഒന്നിനു പകരം 2 ഗ്ലാസ് കാപ്പി അകത്താക്കുകയും ചെയ്തു. എന്താടാ കട്ടുകുടിക്കുന്നത്? മേനക വന്ന് ചോദിച്ചു. ആകാശ് ഒന്ന് ചമ്മിയെങ്കിലും വേഗത്തിൽ അത് മറച്ചു. അവൾ കണ്ടാൽ ഉടനെ തുടങ്ങും ആരോഗ്യശാസ്ത്രം. അപ്പോൾ ഭാര്യയെ ഭയമായി തുടങ്ങി. മേനക ചിരിച്ചു. അതാവശ്യമാണ്. ആകാശ് മുറിയിലെത്തുമ്പോൾ അവൾ ഡ്രസ്സ് മാറുകയായിരുന്നു. അളിയോ? താഴെ ജഗദീഷിൻ്റെ ശബ്ദം. വായി നോക്കി വന്നെന്ന് തോന്നുന്നു, ഓർമ്മ അസ്വസ്ഥതയോടെ പറഞ്ഞു. അത് ജഗദീഷാ, കുമാരൻ തമ്പിയല്ല. ദേ, എൻ്റെ അച്ഛന് പറഞ്ഞാലുണ്ടല്ലോ. അത് ശ്രദ്ധിക്കാതെ അവൻ താഴേക്ക് പോയി. നീ പെണ്ണ് കെട്ടിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ അങ്ങ് നിന്ന് കളഞ്ഞത്, അവൻ പറഞ്ഞു. നീ വാ, ഇരിക്കേ. ആകാശും ജഗദീഷും അടുത്തടുത്തിരുന്നു. ജഗദീഷ് 2ാം നിലയിലേക്ക് നോക്കി. ഫസ്റ്റ് നൈറ്റൊക്കെ എങ്ങനെയുണ്ടായിരുന്നടാ? ശ്രീമതി എവിടെ? മുറിയിലുണ്ട്. അങ്ങനെ ഓസിൽ പറഞ്ഞു തീർക്കാതെ കാര്യങ്ങൾ വിസ്തരിച്ച് പറ. അതിപ്പോൾ. പെട്ടെന്ന് ഓർമ്മ പടിയിറങ്ങി വന്നു. നമസ്തേ സിസ്റ്ററെ. ജഗദീഷ് കൈകൾ രണ്ടും ഉയർത്തി തൊഴുതു. അടിയൻ തോഴൻ്റെ വിശേഷങ്ങൾ അറിയാൻ വന്നതാണ്. നല്ലവണ്ണം ചോദിച്ചറിഞ്ഞോ? പറ്റുമെങ്കിൽ പുതിയ എന്തെങ്കിലും തന്ത്രം പറഞ്ഞു കൊടുത്തിട്ടു പോ. അവൾ വെട്ടിത്തിരിഞ്ഞ് അപ്പുറത്തേക്ക് പോയി. അതെന്താ അളിയ ഒരുമാതിരി ആക്കുന്നത് പോലെ? അതിപ്പോൾ നിൻ്റെ മുഖത്ത് നോക്കി ആരും ഇതുവരെ സ്നേഹപൂർവ്വം സംസാരിച്ചിട്ടില്ലല്ലോ, ഞാൻ ഒഴികെ. അതൊക്കെ പോകട്ടെ. ഏറും തടയും ഒക്കെയുള്ള കേസാണോ? എനിക്ക് കുറേയേറെ സംസാരിക്കാനുണ്ട്. ഉച്ച കഴിഞ്ഞ് ഞാൻ വരാം. തൽക്കാലം നീ ചെല്ല്. അതുമതി. അതിനു മുൻപ് നീ ഒരു ചായ ശ്രീമതിയുടെ കൈകൾ കൊണ്ട് കൊണ്ടുവരിപ്പിച്ച് താടാ. ഓർമ്മേ? ആകാശ് വിളിച്ചു. എന്തോ? മധുരമായ പ്രതികരണം. ജഗദീഷിന് ചായ കൊണ്ടുവരുന്നു. നിമിഷങ്ങൾക്കകം അവൾ തന്നെ ചായ കൊണ്ടുവന്ന് കൊടുത്തു. അധികം ചൂടില്ലാതിരുന്നതിനാൽ ഒറ്റ വലിക്ക് അവൻ അത് മുഴുവനും അകത്താക്കി. നന്ദി സിസ്റ്ററെ, ഇനി നാളെ വരാം. അവൻ എണീറ്റു. അവൻ ഗേറ്റ് കടന്നപ്പോൾ അവൾ ആകാശിനോട് പറഞ്ഞു. ഇവിടെ വരാനുള്ള അവൻ്റെ കൊതി ഇന്നുകൊണ്ട് തീരും. അവന് ഒന്നും പിടികിട്ടിയില്ല. മനസ്സിലായിക്കോളും. ഈ അവസരത്തിൽ ജഗദീഷ് ഓടുകയായിരുന്നു. അവന് വയറു നൊന്തിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. ഉടൻ കക്കൂസിൽ പോയില്ലെങ്കിൽ താൻ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് മുഴുവൻ വൃത്തികേടാകുമെന്ന് അവന് തോന്നി. ഓർമ്മ തനിക്ക് തന്ന ചായയിൽ വിം ചേർത്ത വിവരം അവൻ അറിഞ്ഞിരുന്നില്ല. എന്നാലും എൻ്റെ കഷ്ടകാലമേ. ആശുപത്രി കിടക്കയിൽ മെല്ലെ ചരിഞ്ഞു കിടന്നുകൊണ്ട് ജഗദീഷ് പറഞ്ഞു. നിന്റെ കൂടെ ഉച്ച കഴിഞ്ഞ് ഒരു ലാർജ് അകത്താക്കാമെന്ന് കരുതിയിരുന്നതാ. വയറിളക്കം വരാൻ കണ്ട സമയം. ഇന്നലെ എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി തിന്നിട്ടുണ്ടാവും, ആകാശ് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. 2 കുടം കള്ളു കുടിച്ചു. പിന്നെ ഇത്തിരി കപ്പയും കക്കയിറച്ചിയും പോത്തും തിന്നു. കള്ളിൽ മായമായിരുന്നിരിക്കണം.
എനിക്കും തോന്നുന്നു. കുറച്ച് പൈസ ജഗദീഷിൻ്റെ തലയിണക്കീഴിൽ വച്ചിട്ടാണ് ആകാശ് പോന്നത്. ആകാശ് വീട്ടിലെത്തുമ്പോൾ പ്രതാപ് വർമ്മയുടെയും മേനകയുടെയും അടുത്ത് പരാതിയുമായി നിൽക്കുകയാണ് ഓർമ്മ. എന്നാലും നീ ഇവളെ കൂടി കൊണ്ടുപോകാതെ ഒറ്റയ്ക്ക് പോയത് ശരിയായില്ല ആകാശ്, വർമ്മ മകനെ ശാസിച്ചു. അപ്പോൾ മേനക കൂട്ടിച്ചേർത്തു, അവൾക്കും നിൻ്റെ ഒപ്പം യാത്ര ചെയ്യാനൊക്കെ ആഗ്രഹം കാണില്ലേ? അതുകൊണ്ട് ഇനി എവിടെ പോയാലും അവളെ കൂടി കൊണ്ടുപോയിക്കൊള്ളണം. ആകാശ് തൻ്റെ മുറിയിലേക്ക് നടന്നു. ഓർമ്മ പിന്നാലെ എത്തി. എടി, നീയൊരു മനുഷ്യ സ്ത്രീയാണോ? ആകാശ് പൊട്ടിത്തെറിച്ചു. എന്തേ സംശയം? കൂസലില്ലാതെ ഓർമ്മ തിരക്കി. ആ പാവം ജഗദീഷിന് വിം കലക്കി ചായ കൊടുത്ത നീ എങ്ങനെ ഗുണം പിടിക്കാനാണടി? അത്രയേ ഉള്ളൂ. അത് ഞാൻ അങ്ങ് സഹിച്ചോളാം. അവൻ മാത്രമല്ല, നിങ്ങളുടെ കൂടെ ആര് കൂടുതൽ അടുക്കുന്നുവോ അവർക്കൊക്കെ ഞാൻ ഓരോ മരുന്ന് കൊടുക്കുക തന്നെ ചെയ്യും. അടിച്ച് നിൻ്റെ പല്ല് പറിക്കും ഞാൻ. അങ്ങനെ വന്നാൽ നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം. അവൾ പുച്ഛഭാവത്തിൽ ചിരിച്ചു. 1-2 ദിവസങ്ങൾ പിന്നിട്ടു. ഏതായാലും ആദ്യ ദിവസത്തിന് ശേഷം ഓർമ്മ അമ്പലത്തിൽ പോകണമെന്ന് ഷാഡി പിടിച്ചിട്ടില്ല. അതേക്കുറിച്ച് മരുമോളോട് ചോദിച്ചെങ്കിലും അണ്ണന് രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാനും പോകുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ഓർമ്മ തടിത്തപ്പി. എന്തായാലും ഒറ്റ ദിവസം പോലും ആകാശിന് ബെഡ് കോഫി കിട്ടിയില്ല. ഇപ്പോൾ ഓർമ്മ തന്നെയാണ് കോഫി തയ്യാറാക്കുന്നത്. അവൾ തന്നെ അത് ആകാശിൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കും. പിന്നെ വന്ന് തനിക്കായി മാറ്റിവെച്ച കാപ്പി എടുത്തുകൊണ്ട് ആകാശിൻ്റെ റൂമിൽ വന്നിരുന്ന് കുടിക്കും. അവനെ കണ്ണിറക്കി കാണിക്കും. അത്ര തന്നെ. അവനും അടുത്തു. അന്നും പതിവ് പോലെ അവൾ രാവിലെ കാപ്പിയിടാൻ പോയ തക്കം നോക്കി അവനും പിന്നാലെ എത്തി. അവൾ ട്രേയുമായി അച്ഛൻ്റെയും അമ്മയുടെയും മുറിയിലേക്ക് പോയ അവസരത്തിൽ അല്പം വിമ്മെടുത്ത് അവളുടെ കപ്പിലിട്ടിട്ട് ഒന്നും അറിയാത്ത പോലെ പിൻവാങ്ങി. തൻ്റെ മുറിയിൽ വന്ന് കിടക്കയിൽ കണ്ണടച്ച് കിടന്നു. ഹലോ ആകാശ്. അവളുടെ ശബ്ദം കേട്ട് അവൻ കണ്ണു തുറന്നു നോക്കി. ഞാൻ കാപ്പി കുടിക്കുവാൻ പോവുകയാണ്. അവൻ മിണ്ടിയില്ല. ഡാർലിംഗ് പിണക്കത്തിലായിരിക്കും അല്ലേ? സാരമില്ല, 2 പേരിൽ ഒരാൾ കഴിച്ചാൽ മതിയല്ലോ. ഞാൻ കഴിക്കുന്നുണ്ട്. അവൾ കാപ്പി ഊതി കുടിച്ചു. ആകാശിൻ്റെ ഉള്ളം തുടികൊട്ടി. ജഗദീഷിനെ ഇവിടേക്ക് കാണുന്നില്ലല്ലോ. ഇഷ്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയില്ലേ? ആ ബെഡിന് മറ്റൊരാൾ എത്തിയിട്ടേ ഹോസ്പിറ്റലുകാർ അവനെ വിടും. അത്തരം കേസ് തന്നെ വേണം താനും. ഐ സി. എങ്കിൽ എൻ്റെ ഭർത്താവിന് ഞാൻ നല്ലൊരു കാപ്പി ഇട്ട് തരാം. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. താമസിയാതെ മറ്റു ചിലർ അവിടെ എത്താനുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഓർമ്മയുടെ മുഖത്ത് ഭാവമാറ്റം. കാപ്പിക്കപ്പ് മേശപ്പുറത്ത് വച്ചിട്ട് അവൾ ബാത്റൂമിലേക്ക് ഓടി. ഉച്ചത്തിൽ ചിരിച്ചുപോയി ആകാശ്. അല്പം കഴിഞ്ഞ് അവൾ തിരികെ വന്നു. നിങ്ങൾ എന്നെ ചതിച്ചു അല്ലേ? ഇതൊന്നും ഒരാളുടെ മാത്രം കുത്തക അല്ലല്ലോ. അപ്പോഴേക്കും രണ്ടാമതും ബാത്റൂമിലേക്ക് ഓടിക്കഴിഞ്ഞിരുന്നു ഓർമ്മ.